നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ വിഷമിപ്പിക്കുന്നു. സകല ബന്ധനങ്ങളെയും കീറി മുറിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വായന എന്ന് പറയുന്നത് റിയൂണിയനെ സൂചിപ്പിക്കുന്ന ഒരു വായനയാണ് ചെയ്യുവാനായിട്ട് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ട് വേണം ഇരിക്കാൻ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തടവറയിൽ മുങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ തടവറയിൽ നല്ല രീതിയിൽ തന്നെ പെട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കടക്കാനായി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോട് പഴയതുപോലെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാനും വേണ്ടിയിട്ട് ഈ വ്യക്തി അത്രയും അധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റു പലവരും ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും പരിധികളെയും ഒക്കെ തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്, ലംഘിക്കുന്നുണ്ട്. മറ്റു പലവരുടെയും അഭിപ്രായം ഈ വ്യക്തിക്ക് കേൾക്കേണ്ടി വരുന്നുമുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണെയാണ്. ഈ വ്യക്തി ഇത്രമാത്രം നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും പുറത്തേക്ക് വളരെ പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി ഉയർന്നു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാലചക്രം അനുകൂലമായിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. കാലചക്രം അനുകൂലമാവുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഏറെ കാലത്തിന് ശേഷം വരുന്ന ഒരുപാട് വിഷമങ്ങളുടെയും യാതനകളുടെയും കഷ്ടപ്പാടിന്റെയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മയുടെയും വളരെയധികം അമിത നിയന്ത്രണങ്ങളിലൂടെയും അതിൽ നിന്നുമെല്ലാം തന്നെ എല്ലാവിധ കെട്ടുകളിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള ഒരു അവസരമാണ്. പ്രപഞ്ചശക്തി നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ഒരു അവസരമാണ് കാലചക്രം അനുകൂലമാക്കി തരിക എന്ന് പറയുന്നത്. ഇവിടെ അതാണ് ഈ വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ നിശബ്ദതയും ഈ വ്യക്തിയെ അത്രമേൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സത്യമാണ്. അത് മാത്രമല്ല, എല്ലാ ബന്ധനങ്ങളും എത്രയും പെട്ടെന്ന് ഈ വ്യക്തിക്ക് അതിൽ നിന്നും അഴിഞ്ഞു പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വളരെ പോസിറ്റിവിറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പല രീതിയിലും ഈ വ്യക്തി വിജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാക്ക് തർക്കത്തിലൂടെ ആണെങ്കിലും മറ്റുള്ളവരിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ജാതകപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും സാമ്പത്തികപരമാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെങ്കിൽ അതിനെക്കുറിച്ചാണെങ്കിലും എല്ലാ തലത്തിലും നല്ല രീതിയിൽ തന്നെ മുന്നേറാനും പോരാടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഈ വ്യക്തിയെ ഇനി തോൽപ്പിക്കാനാകില്ല എന്നുള്ള സത്യം ശത്രുക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നതോ ആകാം, അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഒരു പ്രൈവസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രൈവസി വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കാരണം ഈ വ്യക്തി കൂടെയുള്ള ആളുകളെ അത്രയും അധികം മനസ്സുകൊണ്ട് സ്നേഹിച്ചു, വിശ്വസിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിച്ചു പോയി എന്നുള്ളത് മാത്രമല്ല, അവരെ അത്രമേൽ സ്നേഹിച്ചു. അവർ പറയുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു. ഒരുപക്ഷെ നിങ്ങളെ പോലും മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ വ്യക്തി അവർക്ക് വേണ്ടി. പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾ താക്കീത് നൽകിയിരുന്നു, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല. അവർ ഓരോന്ന് പറയുന്നത് നമ്മുടെ നാശത്തിനാണ്. നമ്മുടെ പ്രണയബന്ധം തകർത്ത് കളയാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് എന്നിങ്ങനെയുള്ള താക്കീതും അതുപോലെ ഉപദേശങ്ങളും നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ ഈ വ്യക്തി അതിലേക്കൊന്നും കണ്ണോടിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് പശ്ചാത്താപമാണ്. അതിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ വ്യക്തിയെയാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിക്ക് പലപ്പോഴും പശ്ചാത്താപവും കുറ്റബോധവും കാരണം നിങ്ങളുടെ മുഖം പോലും മനസ്സിൽ ഓർക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ഉദിച്ചു വരുമ്പോൾ ഈ വ്യക്തിക്ക്
നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. അതൊരു നിങ്ങളുടെ നിഴലിനോടാണെങ്കിൽ പോലും, നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നാൽ പോലും, സ്വപ്നത്തിൽ വന്നാൽ പോലും ഈ വ്യക്തിക്ക് നട്ടലുയർത്തി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും മണ്ടത്തരങ്ങളെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വിഷമമാണ്, അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂർച്ചയേറിയ വാളായി മാറുകയാണ്. ആദ്യമൊക്കെ ഒരുപാട് കരഞ്ഞു, സഹതപിച്ചു, വിഷമിച്ചു, അല്ലെങ്കിൽ കുറ്റാരോപണം എല്ലാവരും കൂടി ഈ വ്യക്തിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു, എല്ലാം ചെയ്തു, ഒറ്റപ്പെടുത്തി. പക്ഷെ ആദ്യമൊക്കെ അതിൽ കീഴടങ്ങി പോയെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറ്റക്കാരനല്ലെന്നും മറ്റുള്ളവർ എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണെന്നും അവരാണ് എന്നെ പല തെറ്റുകളിലേക്കും വഴി തെളിച്ചു തന്നതെന്നും അതിലേക്ക് തള്ളിയിട്ടതെന്നും ഒക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും സന്തോഷവും കരുതലും തന്നെയാണ്. എന്നാണോ നിങ്ങളിൽ നിന്നും അത് ലഭിക്കാതെ പോയി തുടങ്ങിയത്, അപ്പോൾ മുതൽ തൊട്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ഈ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളെ നേരിട്ട് വന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് തീർത്തും ഒരു ട്രാവലിങ്ങിനെ സൂചിപ്പിക്കുന്നത്, ഒരു യാത്രയാണ്. ആ യാത്ര എന്ന് പറയുന്നത് സാധാരണ രീതിയിലൊരു യാത്രയല്ല. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അത്രയും ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്ന ഒരു നല്ല ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ മനസ്സ് തന്നെയാണ്. ആ ഒരു വ്യക്തിയാണ് ഈ ഒരു യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ശത്രുക്കളെ എത്രമാത്രം നിഗ്രഹിക്കാൻ പറ്റുമോ, അവരിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുമോ, അത്രയും മാറി നിൽക്കാൻ തയ്യാറാണ് ഈ പേഴ്സൺ. ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്, പല സ്ഥലങ്ങളിലും കാർഡ്സിൽ നോക്കിയാൽ കാണാം, പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു രാജകുമാരനെയോ രാജകുമാരിയെയോ, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ ഏറെ ദൂരം ബാക്കിയുണ്ട്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയൊക്കെ ആയിട്ടും നീ എന്നെ വെറുത്തു പോയോ, അല്ലെങ്കിൽ നീ എന്നെ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ, ഒത്തുതീർപ്പാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ, എന്റെ സ്നേഹം നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഈ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളോട് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും താല്പര്യമുണ്ട് എന്നുള്ളത്. ഇവിടെ നല്ല രീതിയിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാം. അത് മാനിഫെസ്റ്റേഷൻ ആകാം, നിങ്ങൾക്ക് ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുന്നതാകാം, പ്രീതിപ്പെടുത്തുന്നതാകാം, അല്ലെങ്കിൽ പല നേർച്ചകളും കാഴ്ചകളും സമർപ്പിക്കുന്നതാകാം. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ദൈവത്തിന്റെ കടാക്ഷവും അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യവും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വഴിമുട്ടി പോവുകയില്ല എന്നുള്ള സത്യം ഇതിലൂടെ വ്യക്തമാക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള കാര്യത്തിൽ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവവും പ്രപഞ്ചശക്തിയും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള സത്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. അവർ തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് കാലചക്രം അനുകൂലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ളത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് പല മുഖം മൂടികളും വെച്ചിട്ടുള്ള ദുഷ്ടന്മാരായ ശത്രുക്കളുടെ മുഖം മൂടി നിങ്ങൾക്ക് മുന്നിൽ അഴിച്ചു വീണ് കൊടുത്തത്, അതായത് ഊരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകം എന്ന് പറയുന്നത് ദൈവാധീനമാണ്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ വായനയിലൂടെ 100% വ്യക്തമാണ്. അപ്പൊ ഇതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വായന. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.